Good afternoon, my dear students. Today, our topic is butterfly spread options. What do you mean by butterfly spread option? And what is the peculiarity of butterfly in option spread strategies? Butterfly spread option is also called butterfly option. It is a neutral option strategy with limited risk. It is a combination of various bull spreads and the bear spreads. Here, the holder combines 4 option contract having the same expiry date at a 3 strike price points. So it will create a perfect range of prices and make some profit for the holder. ഇവിടെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻസിനെയാണ് നമ്മൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്ന് പറയുന്നത്. സോ ഒരു ബട്ടർഫ്ലൈ സ്പ്രെഡ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ട്രേഡർക്ക് പൊസിഷൻസ് എടുക്കേണ്ടി വരും 4 ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ 3 ഡിഫറെൻറ്റ് സ്ട്രൈക്ക് പ്രൈസിൻ്റെ. ഇറ്റ് ഇൻവോൾവ്സ് ബൈയിങ് 1 കോൾ വിത്ത് സ്ട്രൈക്ക് പ്രൈസ് E1, buying another call with a higher strike price E3 and writing 2 calls at a strike price E2 that lies between E1 and E3. The price E2 is usually close to the current stock price. If the stock price stay close to E2, profit will result. ഇവിടെ നമുക്ക് ലോങ് കോൾ അതായത് കോൾ ബട്ടർഫ്ലൈ ഉണ്ട്, പുട്ട് ബട്ടർഫ്ലൈ ഉണ്ട്. അതിൽ ലോങ് കോൾ അല്ലെങ്കിൽ പുട്ട് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങർ പൊസിഷനിലുള്ള ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ആൻഡ് വെൻ ടു യൂസ് ദ ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് സ്ട്രാറ്റജി. സോ ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ ഇപ്പോൾ അവർ വിചാരിക്കുകയാണ് ദാറ്റ് ഈസ് ദ അണ്ടർലൈൻ സ്റ്റോക്ക് വിൽ നോട്ട് റൈസ് ഓർ ഫോൾ ബൈ ദ എക്സ്പിറേഷൻ. ഒരു ന്യൂട്രലായിട്ട് നിൽക്കുകയാണ് മാർക്കറ്റ് ഡയറക്ഷൻ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വോളാറ്റിലിറ്റി ഒരു ബെയറിഷ് മൂഡിലാണെന്ന് വിചാരിക്കുക. സോ നമുക്ക് എന്തെടുക്കാൻ സാധിക്കും? വി ക്യാൻ യൂസ് ദ ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് സ്ട്രാറ്റജി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് എ കോൾ വിത്ത് ലോവർ സ്ട്രൈക്ക് പ്രൈസും ആൻഡ് ബൈയിങ് എ കോൾ വിത്ത് ഹയർ സ്ട്രൈക്ക് പ്രൈസുമാണ്. അതായത് ലോവർ സ്ട്രൈക്ക് പ്രൈസിൻ്റെ ഒരു ഇൻ ദ മണി കോളും ബൈയിങ് എ കോൾ വിത്ത് ഹയർ സ്ട്രൈക്ക് പ്രൈസുമാണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് റൈറ്റിംഗ് ഓർ സെല്ലിംഗ് 2 അറ്റ് ദ മണി കോൾസ് വിത്ത് സ്ട്രൈക്ക് പ്രൈസ് ഇൻ ബിറ്റ്വീൻ ദ എബൌട്ട് 2 സ്ട്രൈക്ക് പ്രൈസസ്. ആൻഡ് ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദ നെറ്റ് പ്രീമിയം റിസീവ്ഡ് ഫ്രം ദ സ്പ്രെഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നോക്കുക, ഇവിടെ 1 ഇൻ ദ മണി കോളും ബൈ 1 ഇൻ ദ മണി കോളും ആൻഡ് സെൽ അറ്റ് ദ മണി കോളും ആൻഡ് ബൈ ഔട്ട് ഓഫ് ദ മണി കോളാണ്. ഇവിടെ E1, E2, E3 3 സ്ട്രൈക്ക് പ്രൈസാണ്. സപ്പോസ് ഇപ്പോൾ തിങ്ക് ചെയ്യുക, ആ ഒരു പോയിൻറ്റ്സ് ആണ്. ഇപ്പോൾ 50 റുപ്പീസിൻ്റെ ഒരു സ്ട്രൈക്ക് പ്രൈസ്, 60 റുപ്പീസിൻ്റെ ഒരു സ്ട്രൈക്ക് പ്രൈസ്, 70 ഇതിൻ്റെ ഒരു സ്ട്രൈക്ക് പ്രൈസ്. ഇപ്പോൾ ആ സ്റ്റോക്ക് പ്രൈസ് 50ൽ നിന്നും കുറയുകയാണെന്ന് വിചാരിക്കുക. സോ നമ്മൾ എന്ത് ചെയ്യില്ല, കോള് നമ്മൾ എക്സസൈസ് ചെയ്യില്ല, ശരിയല്ലേ? പക്ഷേ ഇത് 70 ബിയോണ്ട് 70 ആണെന്ന് വിചാരിക്കുക. ഓൾ കോൾസ് വിൽ ബി എക്സസൈസ്ഡ് അല്ലേ? സോ ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ കോസ്റ്റ് എത്ര വന്നിട്ടുണ്ടോ അത്ര ആയിരിക്കുള്ളൂ. അതിന് കാരണം എന്താ? ബിക്കോസ് ദ ഗെയിൻ ഓൺ ദ ഓപ്ഷൻ വിത്ത് ലോങ് പൊസിഷൻ വിൽ ബി എക്സാക്ട്ലി ഓഫ്സെറ്റ് ബൈ ദ കറസ്പോണ്ടിങ് ലോസ് ഓൺ ദ 2 ഓപ്ഷൻസ്. അതായത് ഏത് ഗെയിൻ ഓൺ ദ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്തു, 70 എബോവ് നമ്മൾ സെല്ല് ചെയ്തു, ലോങ് പൊസിഷൻ ഹോൾഡ് ചെയ്തു എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ ഗെയിൻ നമുക്ക് കറസ്പോണ്ടിങ് ലോസ് ആ 2 ഓപ്ഷൻസ് പുട്ട് ഓപ്ഷനാണ്, 2 ഓപ്ഷൻസ് സോൾഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള നഷ്ടത്തിന് നമുക്ക് ഇതിന്ന് ഓവർകം ചെയ്യാൻ സാധിക്കും. അത് ഓഫ്സെറ്റ് ചെയ്ത് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇവിടെ ബിയോണ്ട് ദിസ് പ്രൈസ് ദ എമൗണ്ട് ഓഫ് ഗെയിൻ വുഡ് ഡിക്ലൈൻ വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ സ്റ്റോക്ക് പ്രൈസ് അപ് ടു ദ ലെവൽ ഓഫ് ദ 70. അപ്പോൾ 3 ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈ സ്പ്രെഡ്സ് ആണുള്ളത്. ഒന്ന് ലോങ് കോൾ ബട്ടർഫ്ലൈ, ഒന്ന് ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ, ദെൻ ലോങ് പുട്ട് ബട്ടർഫ്ലൈ, ദെൻ ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ. Long butterfly can be constructed by buying a call with a lower strike price in the money call and buying a call with a higher strike price and writing 2 at the money calls with a strike price in between the above 2 strike price. അപ്പോൾ ലോങ് കോൾ ബട്ടർഫ്ലൈ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ATM സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് ദ ITM സ്ട്രൈക്ക് പ്രൈസ് മൈനസ് ദ നെറ്റ് പ്രീമിയം. മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദ നെറ്റ് പ്രീമിയം റിസീവ്ഡ് ഫ്രം ദ സ്പ്രെഡ് ആണ്. ദെൻ ഇവിടെ ബ്രേക്ക് ഈവൻ ഷോർട്ട് കോൾ പുട്ട് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓപ്ഷൻ സ്ട്രാറ്റജി
consists of following three options: selling one call option with a relatively high strike price, selling one call option with a relatively low strike price. So buying two call option with the strike price and halfway between the E1 and E3 ആണ്. ആദ്യം ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെല്ലർ പൊസിഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വൺ കോൾ ഓപ്ഷൻ ഹൈ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള E1 നമ്മൾ സെൽ ഓപ്ഷനിൽ വെക്കുന്നു. ദെൻ സെല്ലിംഗ് വൺ കോൾ ഓപ്ഷൻ വിത്ത് റിലേറ്റീവ്ലി ലോ സ്ട്രൈക്ക് പ്രൈസ് E3 നമ്മൾ സെൽ വെക്കുന്നു. അതിൻ്റെ മിഡിലായിട്ട് ബൈയിങ് ടു കോൾ ഓപ്ഷൻ വിത്ത് സ്ട്രൈക്ക് പ്രൈസ് E2, ദാറ്റ് ഈസ് ഹാഫ് വേ ബിറ്റ്വീൻ ദ E1 ആൻഡ് E3. അങ്ങനെയാണ് ഷോർട്ട് കോൾ ബട്ടർഫ്ലൈയുടെ സ്പ്രെഡിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ? സോ ഇവിടെ എപ്പോഴാണ് ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ ട്രേഡർ ഈസ് ന്യൂട്രൽ ഓൺ മാർക്കറ്റ് ഡയറക്ഷൻ ആൻഡ് ബുള്ളിഷ് ഓൺ വൊളാറ്റിലിറ്റി ആണ്. സോ സെല്ലിംഗ് ടു പുട്ട് ഓപ്ഷൻ ആൻഡ് ബൈയിങ് വൺ പുട്ട് ഓപ്ഷൻ ആണ് ഇവിടെ നമ്മൾ ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ സ്ട്രാറ്റജിയിൽ നടക്കുന്നത്. സോ ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് ഈസ് യൂസ്ഡ് വെൻ ദ ട്രേഡർ ഈസ് ന്യൂട്രൽ ഓൺ മാർക്കറ്റ് ഡയറക്ഷൻ ആൻഡ് ബുള്ളിഷ് ഓൺ വൊളാറ്റിലിറ്റി. ക്ലിയർ? ഞാൻ ഒന്നും കൂടി പറയാം. ആദ്യം വെൻ ടു യൂസ് ദ ബട്ടർഫ്ലൈ സ്പ്രെഡ് സ്ട്രാറ്റജി. ബട്ടർഫ്ലൈ സ്പ്രെഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ത്രൂ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻ. Call and a put option. So to establish a butterfly spread, a trader takes positions in 4 option contract at 3 different strike price. അതാണ് E1, E2, E3. മനസ്സിലായോ? സോ ഇറ്റ് ഇൻവോൾവ്സ് ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് വൺ കോൾ വിത്ത് സ്ട്രൈക്ക് പ്രൈസ് E1, ദാറ്റ് ഈസ് ഹയർ സ്ട്രൈക്ക് പ്രൈസും അതുപോലെ തന്നെ ഷോർട്ടർ സ്ട്രൈക്ക് പ്രൈസും. സോ ബൈയിങ് വൺ കോൾ വിത്ത് സ്ട്രൈക്ക് പ്രൈസ് E1, ദാറ്റ് ഈസ് ലോവർ സ്ട്രൈക്ക് പ്രൈസ്, ആൻഡ് ബൈയിങ് അനദർ കോൾ വിത്ത് ഹയർ സ്ട്രൈക്ക് പ്രൈസ്, ദാറ്റ് ഈസ് E3, ആൻഡ് റൈറ്റിംഗ് ഓർ സെല്ലിംഗ് ടു കോൾസ് അറ്റ് എ സ്ട്രൈക്ക് പ്രൈസ് E2. ക്ലിയർ? ദാറ്റ് ഈസ് ലൈസ് ബിറ്റ്വീൻ E1 ആൻഡ് E3. ഈ E2 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ പ്രൈസ് ആയിട്ടുള്ള E1ൻ്റെയും ഹയർ പ്രൈസ് ആയിട്ടുള്ള E3യുടെയും മിഡിൽ കിടക്കണമായിരിക്കും. ദാറ്റ് ഈസ് ദ പ്രൈസ് E2 ഈസ് യൂഷ്വലി ക്ലോസ് ടു ദ കറണ്ട് സ്റ്റോക്ക് പ്രൈസ്. If the stock price stays close to E2, profit will result. A small loss will incur if there is a significant price movement either away from it. This strategy is used by a trader who believes that there would be no large price changes. It may be noted that call at the lower strike price is in the money, therefore the trader has to pay a larger premium. The other call bought with the higher strike price is out of the money and the premium is lower. സോ ഒരു എക്സാമ്പിൾ നമ്മൾ ബട്ടർഫ്ലൈ ഓപ്ഷൻ സ്ട്രാറ്റജീസിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ്. ബൈയിങ് ഓർ സെല്ലിംഗ് ഓർ കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ സെയിം അണ്ടർലൈയിങ് അസറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് എ കമ്പൈനിങ് 4 ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണ്. ഡിഫറെൻറ്റ് സ്ട്രൈക്ക് പ്രൈസ് വിത്ത് 2 കോൺട്രാക്ട്സ് അറ്റ് സെയിം സ്ട്രൈക്ക് പ്രൈസ്, ദാറ്റ് ഈസ് E1, E2 ആൻഡ് E3. E1 is buying one call with a lower strike price, E3 is buying one call with a higher strike price, and E2, that is writing or selling 2 calls at the strike price E2, which that lies between the E1 and E3. So സ്റ്റോക്ക് പ്രൈസ് എപ്പോഴും കറണ്ട് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ E2ൻ്റെ ഏകദേശം അടുത്തുള്ള ഒരു പ്രൈസ് ആയിരിക്കും, മിഡിലാണല്ലോ അത്. സോ ഇതിന് ഒരുപാട് റിസ്ക് ഫേസ് ചെയ്യുന്നുണ്ട് ബട്ടർഫ്ലൈ സ്പ്രെഡ് സ്ട്രാറ്റജീസിൽ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹൈ ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി ഇൻ കേസ് ഓഫ് ലോങ് ബട്ടർഫ്ലൈ ആൻഡ് ലോവർ ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി ഇൻ കേസ് ഓഫ് ഷോർട്ട് ബട്ടർഫ്ലൈ. വൊളാറ്റിലിറ്റി കൂടുതലാണ് ഇഫ് വി ചൂസ് ദ ലോങ് ബട്ടർഫ്ലൈ സ്പ്രെഡ് ഓപ്ഷൻ സ്ട്രാറ്റജി, ആൻഡ് വൊളാറ്റിലിറ്റി ഓഫ് ദ മാർക്കറ്റ് കണ്ടീഷൻ ഈസ് ലോവർ വെൻ ദ ഷോർട്ട് ബട്ടർഫ്ലൈ ഈസ് അപ്ലൈഡ്. സോ ഇത് രണ്ടും നമുക്ക് റിസ്കിയാണ്. ദെൻ ലോങ് എക്സ്പയറി ടൈം ആസ് സെൻറ്റിമെൻറ്റ്സ് ഇൻ മാർക്കറ്റ് ക്യാൻ ചേഞ്ച്. Then shorting options in this combination can work in reversal, some related to the security. So ലോങ് എക്സ്പയറി ടൈമാണ് ഇതിന് ബട്ടർഫ്ലൈ സ്പ്രെഡ്സിന് എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ മാർക്കറ്റ് കണ്ടീഷൻസ് റാപ്പിഡ്ലി ചേഞ്ചസ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. Then shorting options in this combination can work in reversal in case of some events related to the security. സോ ഷോർട്ടിങ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ റിസ്കി ആയിട്ടുള്ള സെക്യൂരിറ്റി മാറ്റേഴ്സ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, സെക്യൂരിറ്റി മൂവ്മെൻറ്റ്സ് ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക്
റിസ്ക് ഫേസ് ചെയ്യുന്നതാണ് ഷോർട്ടിംഗ് ഓപ്ഷൻ എന്ന് പറയാം. ദെൻ എക്സ്പയറി ഓഫ് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് ഇൻ കേസ് ഓഫ് ഓൾ കോൾസ് ഓർ പുട്ട്സ് ക്യാൻ വർക്ക് ഇൻ റിവേഴ്സ് ഫോർ ദിസ് സ്ട്രാറ്റജി. സോ എക്സ്പയറി ഓഫ് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് റിവേഴ്സ് സ്ട്രാറ്റജിയിലേക്ക് മാറാനും ഇവിടെ ചാൻസസ് ഉണ്ട്. ദെൻ ഹയർ ട്രേഡിംഗ് കോസ്റ്റ് ആണ്, കമ്മീഷൻസ്, ടാക്സസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് ഹയർ. സോ ഇത്രയും റിസ്ക് ആണ് ഫേസ് ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം. ദ വേരിയസ് റിസ്ക് റിലേറ്റഡ് ടു ദ ബട്ടർഫ്ലൈ സ്ട്രാറ്റജി. ആദ്യം ഹയർ ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി ഇൻ കേസ് ഓഫ് ലോങ് ബട്ടർഫ്ലൈ ആൻഡ് ലോവർ ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി ഇൻ ദ കേസ് ഓഫ് ഷോർട്ട് ബട്ടർഫ്ലൈ. Then long expiry time as sentiments in the market can change. Shorting options in the combination can work in reversal in case of some events related to the security. Then expiry out of the money options in case of all calls or puts or delivery on the expiry date can work in reverse of this strategy. The higher trading cost, commissions and test. Clear? ബട്ടർഫ്ലൈ സ്പ്രെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലോങ് കോൾ ബട്ടർഫ്ലൈ, ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ, ലോങ് പുട്ട് ബട്ടർഫ്ലൈ ആൻഡ് ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ. സോ ലോങ് പുട്ട് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാക്സിമം ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ATM സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് ദ ITM സ്ട്രൈക്ക് പ്രൈസ് മൈനസ് നെറ്റ് പ്രീമിയം പെയ്ഡ് ഫോർ ദ സ്പ്രെഡ് ആണ്. ആൻഡ് മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദ നെറ്റ് പ്രീമിയം റിസീവ്ഡ് ഫ്രം ദ സ്പ്രെഡ് ആയിരിക്കും. ഇനി എപ്പോഴാണ് ലോങ് പുട്ട് സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ലോങ് പുട്ട് ബട്ടർഫ്ലൈ സ്പ്രെഡ് ഈസ് യൂസ്ഡ് വെൻ ദ ട്രേഡർ ഈസ് ന്യൂട്രൽ ഓൺ മാർക്കറ്റ് കണ്ടീഷൻ. ദെൻ ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് പ്രോഫിറ്റ് ഉള്ള ഒരു ഓപ്ഷനാണ് ആൻഡ് ലിമിറ്റഡ് റിസ്ക്കും ആണ്. ആൻഡ് ദർ ആർ 3 സ്ട്രൈക്ക് പ്രൈസ് ഇൻവോൾവ്ഡ് ഇൻ ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ and it can be constructed by writing 1 out of the money put with the lower strike price, buying 2 at the money puts. That 2 at the money puts എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്ട്രൈക്ക് പ്രൈസ് ഇൻ ബിറ്റ്വീൻ ദ ലോവർ ആൻഡ് ദ ഹയർ സ്ട്രൈക്ക് പ്രൈസ്. And profit or loss number maximum loss it is limited to the differences between ATM strike price and ITM strike price minus net premium. Then maximum profit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is limited to the net premium received from the spread. And when to use the short put butterfly spread strategy? Short put butterfly spread is used when the trader is neutral on market direction. So അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ സ്ട്രാറ്റജീസിൽ 4 എണ്ണമാണ് പഠിച്ചത്. ലോങ് കോൾ ബട്ടർഫ്ലൈ സ്ട്രാറ്റജി, ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ സ്ട്രാറ്റജി, long put butterfly strategy and short put butterfly strategy. So long call, when to use the long call butterfly strategy? Long call butterfly spread is used when the investor thinks that the underlying stock will not rise or fall by expiration. ഇവിടെ investor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he thinks it is neutral on market direction but bearish on volatility ആയിരിക്കും. എന്താണ്? bearish on volatility ആയിരിക്കും, neutral ആയിരിക്കും market direction. And short call butterfly strategy, when to use the short call butterfly strategy? Short call butterfly spread is used when the trader is neutral on market direction and but bullish on volatility. Market conditions upwards ആയിരിക്കും, bullish on volatility. Then short put butterfly, when to use the short put butterfly? Short put butterfly spread is used when the trader is neutral on market conditions but bullish on volatility ആയിരിക്കും. ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? either may be it rise or fall ആണ്. Then when to use the short call butterfly strategy? Short call butterfly strategy എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ സ്ട്രാറ്റജി എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് പഠിച്ചു. ദെൻ ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ the break-even points calculated, the profit or loss for the short call butterfly spread എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the stock price at the expiration ആണ് and it is used when the trader on market direction is neutral and the bullish on volatility. ക്ലിയർ? സോ ഇതിൻ്റെ മൂന്നിൻ്റെയും മെയിനായിട്ട് പഠിക്കേണ്ടത് ദ മീനിങ് ആണ്. ആൻഡ് ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ക്രിയേറ്റഡ് ത്രൂ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ എന്ന് പഠിക്കാം. ആൻഡ് ടു എസ്റ്റാബ്ലിഷ് എ ബട്ടർഫ്ലൈ സ്പ്രെഡ് trader take positions 4 option contract at 3 different strike price ആണ്. buying 1 call with the strike price E1,
and buying another call with the highest strike price E3. So I think you are very well clear about the butterfly spread strategy. If you have any doubts and queries, you can ask me through our WhatsApp group. And thank you all. Have a nice day.